ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഗ്രാൻഡ് കിച്ചൺ. ഗ്രാൻഡ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചപ്പാത്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോഴേക്കും അത് ഹാർഡായി പോകാറുണ്ട്. അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തി തന്നെ തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ചപ്പാത്തി സോഫ്റ്റ് ആകാനും അതുപോലെ തന്നെ ടേസ്റ്റ് കൂടാനൊക്കെ ഇതിലൊരു ടിപ്സ് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ ടേസ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തയ്യാറാക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികാരനെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു ബൗളിൻ്റെ മുകളിൽ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടതൊന്ന് അരിച്ചെടുക്കണം. ഇനി അതിലേക്ക് ഞാൻ ടേസ്റ്റ് കൂടുന്നതിന് വേണ്ടി ഞാനൊരു 1/4 കപ്പ് പൊട്ടുകടല ഉണ്ടല്ലോ, നമ്മൾ സാധാരണ ചട്നിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതാക്കുന്ന പൊട്ടുകടല, അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല ഫൈനായിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മൾ ഈ പൊട്ടുകടല പൊടിച്ചതും കൂടി നമുക്കിത് അരിപ്പയിലൂടെ ഇട്ടിട്ടൊന്ന് അരിച്ചെടുക്കണം. അതിൻ്റെ തരിയൊക്കെ ഉണ്ടാകും. നമ്മൾ ചപ്പാത്തി പരത്തുന്ന സമയത്തൊക്കെ നമുക്ക് അത് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിതൊന്ന് അരിച്ചതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് വീണ്ടും നമ്മുടെ ഈ ഗോതമ്പ് പൊടിയും പൊട്ടുകടലയൊക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. പൊട്ടുകടല പൊടിച്ചതും കൂടി ചേർക്കുന്ന സമയത്ത് നമ്മുടെ ചപ്പാത്തി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കൊണ്ടു. ഇനി വേറൊരു പാനിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം ഒന്ന് വെട്ടി തിളക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ ഗോതമ്പ് പൊടി കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് 2 കപ്പ് പൊടിക്ക് 2 കപ്പ് വെള്ളം കറക്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പൊടിക്കനുസരിച്ചായിരിക്കും വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാകുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതുപോലെ നല്ല ഈ പൊടി നല്ല അമർത്തി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ തന്നെ വെച്ചതുകൊണ്ട് കുറച്ചൊന്ന് ഹാർഡായി പോയി. എന്നിട്ട് നമുക്ക് 10 മിനിറ്റിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കണം. നമ്മൾ സാധാരണ ചപ്പാത്തി കുഴച്ചെടുക്കുന്ന അത്രയൊന്നും നമുക്ക് കഷ്ടപ്പാടില്ല, പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാം. ഇനി ഞാൻ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. അപ്പോൾ തന്നെ ഞാൻ ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, വീഡിയോ ലോങ് ആകും വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ചപ്പാത്തിയൊക്കെ മുഴുവനായിട്ട് തന്നെ പരത്തിയെടുത്തിട്ട് നല്ല സോഫ്റ്റിൽ തന്നെ നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നമ്മുടെ ചപ്പാത്തി ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അതിനുവേണ്ടി ദോശത്തവ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തി നല്ല ചൂടായ സമയത്ത് തന്നെ ചപ്പാത്തി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഓയിലോ നെയ്യോ വേണമെങ്കിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ചപ്പാത്തി ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടാണ് ചപ്പാത്തി ചുട്ടെടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ചപ്പാത്തിയും നമുക്ക് ചുട്ടെടുക്കാം. അപ്പം നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് നല്ല പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ അതുപോലെ ചെയ്തത് കൊണ്ടാണ് നന്നായിട്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ട്, കണ്ടാൽ തന്നെ അറിയാം. അങ്ങനെ ഞാൻ എല്ലാ ചപ്പാത്തിയും ഇതുപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സോഫ്റ്റായിട്ട് അതുപോലെ ടേസ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയില്ല, നല്ല സോഫ്റ്റ് ആയിട്ട്. നമ്മളിത് 2 ദിവസം വെക്കുകയാണെങ്കിലും ഇതുപോലെ തന്നെ ഉണ്ടാവും, ഒട്ടും തന്നെ ഹാർഡായി പോവില്ല. അപ്പോൾ നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്തത് കൊണ്ട് ഞാൻ പറഞ്ഞ ടിപ്സൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനായിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു കറി മതി കേട്ടോ. ഒരുപാട് കറീൻ്റെ ആവശ്യത്തിന് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ വെറുതെ കഴിക്കാൻ തന്നെ നമുക്കിത് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ പൊട്ടുകടല പൊടിച്ചൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ് വെറുതെ കഴിക്കുമ്പോൾ തന്നെ. അപ്പോൾ ഇന്നത്തെ ചപ്പാത്തിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് വേണമെന്ന് മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.